ശുശ്രൂഷയുടെ പുറകെ അല്ലെങ്കിൽ ആ കൂടെ ഈ പുരുഷാർത്ഥത്തിന്റെ കൂടെ നടക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ 5 അപ്പവും 2 മീനും ഈ ബാലൻ കഴിച്ചില്ല. കർത്താവായിരുന്ന യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന ആ ലാവണ്യ വാക്കുകൾ കൊണ്ട് അവൻ ആ ആഹാരം കഴിക്കാതെ ആ ശുശ്രൂഷയിൽ ഒഴുങ്ങി ഇരുന്നത് കൊണ്ട് ആ ഭക്ഷണം അവര് കഴിച്ചില്ല. എന്നാൽ ഒരു സന്ധ്യയായപ്പോൾ ആ പുരുഷാരത്തിന്റെ വിശന്നും ഒരു ചുരുക്കമായിട്ട് പറയാം, പുരുഷാരൻ അവിടെ ഇരുന്ന് കഴിയപ്പോൾ വിശന്മാരോട് യേശു പറഞ്ഞു, ഈ പട്ടണത്തിൽ പോയി ഭക്ഷണം വാങ്ങിയിട്ട് വരിക, ഏതാമത്തെ ദിവസം ഉണ്ടാകട്ടെ. എന്നാൽ ഈ ബാലന്റെ കയ്യില് 5 അപ്പവും 2 മീനുമുണ്ട്. അതാ പറ്റിച്ച് മേടിച്ചതാ 5 അപ്പവും 2 മീനും. അത് വാങ്ങിയിട്ട് അനുഗ്രഹിച്ച് ആ വലിയ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് യേശു അവിടെ അക്കരയ്ക്ക് പോക എന്ന് പറയുവാൻ ഇടയായി തീർന്നത്. ഇത് പറഞ്ഞതിന്റെ കാര്യം ചുരുക്കമായിട്ട് പറയട്ടെ. എന്നാൽ യേശു തന്റെ പടയിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഒന്ന് വായിക്കാം. മർക്കോസ് 4:34. മർക്കോസ് 4:35. യേശു സഞ്ചരിച്ച പടം കൂടാതെ ചെറു പടകളും ആ കൂടെ ഉണ്ടായിരുന്നു. എപ്പോൾ എന്നാൽ യേശു സഞ്ചരിച്ചിരുന്ന പടയില് വലിയ അല്ലെങ്കിൽ വലിയ കാറ്റടിച്ചു, വലിയൊരു ക്ഷോഭം ഉണ്ടാവുകയായിരുന്നു. ഇത് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു വസിക്കുന്ന അല്ലെങ്കിൽ യേശുവിന്റെ കൂടെ നടക്കുന്നവർക്ക്, യേശുവിന്റെ കൂടെ യേശുവിനെ ആരാധിക്കുന്നവർക്കും യേശുവിന്റെ കൂടെ ഇരിക്കുന്നവർക്കും ആ വിശ്വാസത്തിൽ ഇരിക്കുന്നവർക്കുമാണ് പ്രതികൂലങ്ങൾ. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്കാണ് പ്രതികൂലങ്ങൾ ഉണ്ടാകുന്ന. അത് പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ഏറ്റവും അവർക്കാണ് ഏറ്റവും കൂടുതലുണ്ടാകുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ഇപ്പോൾ 2025 അവസാനത്തെ കാലത്ത് കഴിഞ്ഞ ദിവസം വണ്ടിയുടെ ബ്രേക്ക് പോയി. അപ്പൊ പ്രാർത്ഥനാ സമയത്തൊക്കെയാണ്. അപ്പൊ പ്രതികൂലങ്ങൾ ഞാൻ എന്താണ് ഈ കാര്യം ഓർക്കുന്നത്, ഞങ്ങൾ വാഹനത്തെയും സഞ്ചരിക്കുന്നവരെയും ഓടിക്കുന്നവരെയും ഞാനും രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ പ്രതികൂലങ്ങള് പ്രതിസന്ധികൾ നമുക്ക് നേരിടുന്നത് മാത്രം ഉണ്ടാകട്ടെ. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ ഒരു എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കാൻ അവസാനിപ്പിക്കുക. ഇത് ദുഷ്ടകാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു. ഇത് ദുഷ്ടകാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളണം. നാം ഈ വർഷക്കാലം ദൈവ ആയുസ്സും ആരോഗ്യത്തോടെയും നാം ദൈവസ്ഥനിൽ ആയിരിക്കുന്നുവെങ്കിൽ നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത് വളരെ അത്യന്തമായ കാര്യമാണ്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം നമ്മളെ വിളിച്ച് നമ്മുടെ സ്വർഗത്തിലാക്കിയിരിക്കുകയാണ്. സ്വർഗത്തില് നമ്മൾ വായിക്കുമ്പോൾ അനുകൂലമുണ്ട് പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിട്ട് 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോഴുള്ള മാത്രമാണ് ഞാൻ ആ വാക്കുകളിൽ കടന്നു പോകുന്നില്ല. എന്നാൽ 2025 നമ്മൾ വിട്ട് കടന്നു പോകുമ്പോൾ മാത്രമുണ്ടാകട്ടെ. ഈ സമയം വലിയ പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിന്റെയും മധ്യേ നമ്മളെ കർത്താവാണെന്ന് പരിപാലിച്ചു ആ വലിയ പ്രവൃത്തിയാ സ്തോത്രം ചെയ്തുകൊണ്ട് കാരണം എല്ലാവർക്കും ഇനി പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളവർക്കും എല്ലാവർക്കും ഒരു കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടേ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദൈവമായി അനുഗ്രഹിക്കുന്നതാകട്ടെ. നന്ദി അറിയിക്കും.
ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, ുടുക്കിൻ താളമെല്ലാം അകന്നു പോയോ, പൊന്നു കുഞ്ഞേ ദൈവ സ്നേഹം മറന്നിടില്ലേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ലോകസുഖമോഹമെല്ലാം തളർന്നു വീഴും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും, ലോകസുഖമോഹമെല്ലാം തകർന്നു വീഴും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. ദൈവത്തെ നീ ആശ്രയിച്ചാൽ രക്ഷ നേടിടും, ഈ ലോകത്തിൽ ധന്യമാകും നിന്റെ ജീവിതം. ദൈവം നൽകും ദിവ്യ സ്നേഹം സുന്ദരം, ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും.
ഞങ്ങൾക്കാണ് നന്ദിയുടെ സ്തോത്രം. പുതിയ വർഷം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വർഷമാക്കി തീർക്കണമെന്നോ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായ ദൈവത്തിന്റെ കൃപയാൽ എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്നോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെയും അച്ഛന്മാരെയും പോലീസുമാരെയും എല്ലാ സഭാമക്കളെയും വൈക്കാരന്മാരെയും സെക്രട്ടറിയെയും കമ്മിറ്റിക്കാരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഭയായി അധിപതിരാസനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നന്മ നിറയ്ക്കണമേ, പരിപാലനം കൂട്ടുകൊടുക്കണമേ. പ്രാർത്ഥനകളായി ശ്രദ്ധിക്കുന്നു.